കോവിഡാനന്തര ലോകത്ത് കുടുംബങ്ങളിലും സമൂഹത്തിലുമുണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. കുടുംബ ബന്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറി. പങ്കാളികളുള്ളവർക്ക് പോലും വിവാഹേതര ബന്ധമുണ്ടാകുന്നത് സ്വാഭാവികവും സാധാരണവുമാകുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ? നമ്മുടെ നിയമങ്ങളും സദാചാര ബോധവുമായി ഇതൊട്ടും ചേർന്നു പോകുന്നതല്ല. എന്നാൽ ലോകത്തെ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകാം. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ ചിന്തകളും നിയമങ്ങളുമൊക്കെ വരും കാലങ്ങളിൽ മാറിയേക്കാം. അതിനു മുൻപ് ഇത്തരം സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പങ്കാളിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നറിഞ്ഞാലോ, ഇനി സ്വന്തം അവിഹിതം പുറലോകമറിഞ്ഞാലോ തകർന്നു പോകുന്നതാണ് പലരുടെയും മനസ്സ്. ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമ്പോൾ പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് കൂടുതലും. കൊല്ലത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും ജീവനക്കാരിയും ജീവനൊടുക്കിയ സംഭവം അവിഹിത ബന്ധത്തിൻ്റെ തുടർച്ചയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് സ്വദേശിയായ അലി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കച്ചവട ആവശ്യത്തിനായി കൊല്ലം ആയൂരിലെത്തിയതാണ്. അവിടെ അയാൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിക്കുന്നു. ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ദിവ്യമോൾ. സാധാരണ ഒരു സെയിൽസ് ഗേളായി ജോലിയിൽ കയറിയ ദിവ്യയെ പിന്നീട് മാനേജരായി നിയമിച്ചു. 2 പെൺകുട്ടികളുടെ അമ്മയായ യുവതിയുമായി അലി അടുപ്പത്തിലായത് മറ്റ് ജീവനക്കാരൊക്കെ മനസ്സിലാക്കിയതാണ്. ഇരുവരും വസ്ത്രങ്ങൾ വാങ്ങാനെന്ന പേരിൽ ബംഗളൂരുവിലും കോയമ്പത്തൂരിലുമൊക്കെ യാത്ര പതിവായി. അതിനിടെ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാരെയും നാട്ടുകാരെയും നടുക്കിയിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിനുള്ളിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിയും കടയുടമയുമായ അലി, മാനേജരും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരാണ് മരിച്ചത്. ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതിരുന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ഫാനുകളിലായി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തേവന്നൂരുള്ള ഒരു സ്റ്റാഫും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരാളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ യാതൊരു വിവരവും സംഘടനയുമായി യാതൊരു ബന്ധമോ നമുക്ക് ഇവിടെ ഈ കടയുമായി ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ തുണിക്കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ കട നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും വളരെ വിഷമകരമായ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ മലപ്പുറത്തുള്ള ഈ മാനേജരും അതുപോലെ തന്നെ മാനേജർ എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ തേവന്നൂർ സ്വദേശിയായ ഇവിടുത്തെ തൊഴിലാളി, മാനേജരായിട്ടിരിക്കുന്ന തൊഴിലാളി സ്ത്രീയുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരണകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടയിലേക്ക് സ്റ്റോക്ക് എടുക്കുന്നതിനായി ബംഗളൂരു, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ദിവ്യമോൾ വിവാഹിതയും 2 പെൺകുട്ടികളുടെ അമ്മയുമാണ്. അലിയുടെ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏകദേശം 1 വർഷമായി ഇയാൾ ആയൂരിൽ സ്ഥാപനം നടത്തി വരുന്നു. ഇരുവരുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ചും ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. കടയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVകളിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര.
ഡോക്ടർമാരിൽ വിഷാദരോഗവും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നുവെന്ന് ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്കാട്രി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതാണ്. ഇന്ത്യൻ ഡോക്ടർമാരിൽ 30% പേർക്ക് വിഷാദരോഗമുണ്ടെന്നും ഇതിൽ 17% പേർ ജീവിതം അവസാനിപ്പിക്കണമെന്നും ആലോചിച്ചവരാണ്. വിദ്യാഭ്യാസ കാലം മുതലുള്ള സമ്മർദ്ദവും ജോലിയും കുടുംബജീവിതവുമൊക്കെ ഡോക്ടർമാരുടെ മനസ്സിനെ സംഘർഷഭരിതമാക്കുന്നുണ്ട്. കേരളത്തിലും ഈ സമീപകാലത്ത് ഡോക്ടർമാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ഒടുവിലത്തെ കേസ്. വെള്ളൂർ സ്വദേശി ഡോക്ടർ ജൂബേൽ ജെ കുന്നത്തൂരിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഡോക്ടർ കുറച്ചു നാളുകളായി വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഡോക്ടർ ജൂബേലും മാതാപിതാക്കളും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടന്നത്. അതിരാവിലെ പള്ളിയിൽ പോയതായിരുന്നു മാതാപിതാക്കൾ. തിരിച്ചെത്തിയപ്പോൾ വീട് ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പലതവണ വിളിച്ചെങ്കിലും വാതിൽ തുറക്കാതെ വന്നതോടെ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറിയപ്പോഴാണ് കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഡോക്ടറെ കണ്ടത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ജൂബേൽ ജെ കുന്നത്തൂർ. ഡിപ്രഷന് മരുന്ന് കഴിച്ചിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ മരണകാരണം സംബന്ധിച്ച് അന്തിമ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ കോയമ്പത്തൂരിൽ MDക്ക് പഠിക്കുകയാണ്. മകൾ തൊടുപുഴയിൽ ജൂബേലിന്റെ ഭാര്യ വീട്ടിലാണുള്ളത്. ന്യൂസ് 18 കോട്ടയം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര നടന്നെന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വരുമോ? SIT രൂപീകരിക്കുന്നത് പരിശോധിക്കുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാക്കുകളിലാണ് ഇനിയുള്ള പ്രതീക്ഷ. മുൻ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ഒരുക്കണമെന്നും കേസിൽ അന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന ആവശ്യമുയർന്നത്. അതിനിടെ കേസിലെ ഏക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തു വന്നത് വിവാദമായിട്ടുണ്ട്. കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തായതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുൾപ്പെടെയുള്ളവർക്ക് ആക്ഷൻ കൗൺസിൽ പരാതി നൽകി. ജൂലൈ 14 ബെൽത്തങ്ങാടി കോടതിയിലാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ രഹസ്യമൊഴിയിലെ വിവരങ്ങളും പുറത്തുവന്നു. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത്. ഇതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. കേസിലെ ഏക സാക്ഷിയാണ് ശുചീകരണ തൊഴിലാളി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജ് SJ, അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ ശുചീകരണ തൊഴിലാളി പറയുന്നു. അതേസമയം മൃതദേഹം കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധിക്കാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. പരാതിക്കാരനും കുടുംബത്തിനും സുരക്ഷ നൽകണമെന്ന് കോടതി ഉത്തരവും നടപ്പിലായില്ല. ന്യൂസ് 18 കാസർഗോഡ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവരുടെ കുടുംബവും അവർക്കൊപ്പം ഒരു നാടും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇനി കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ മനംമാറ്റമാണ്
ആകെയുള്ള പ്രതീക്ഷ. യമനിലെ ആ ഗോത്രവർഗത്തിൻ്റെ വികാരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നിമിഷയുടെ അമ്മയും മക്കളും പ്രിയപ്പെട്ടവരും ഉള്ളുന്നേറി കരയുന്നത് ഒരു വല്ലാത്ത നോവാണ്. യമനിൽ നിന്ന് മാപ്പ് കിട്ടിയാൽ വധശിക്ഷ ഒഴിവാകും. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശമാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ 2 അംഗങ്ങളെയും കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ 2 പ്രതിനിധികളെയും കേന്ദ്ര സർക്കാരിന്റെ 2 പ്രതിനിധികളെയും അടിയന്തരമായി യമനിലേക്ക് അയക്കണമെന്നായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ഈ 6 അംഗ മധ്യസ്ഥ പ്രതിനിധികൾ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയാൽ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയേക്കുമെന്നും ആക്ഷൻ കൗൺസിൽ കോടതിയിൽ വാദിച്ചു. എന്നാൽ നയതന്ത്രപരമായി ആവുന്നതെല്ലാം ചെയ്തുവെന്നും നിമിഷപ്രിയയുടെ കുടുംബത്തിന് ശ്രമം തുടരാമെന്നുമായിരുന്നു കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. യമനിലെ നിയമമനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ രക്ഷിക്കാൻ ഇരയുടെ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ സാധിക്കൂ. രാജ്യങ്ങൾ തമ്മിലെ നയതന്ത്ര ബന്ധത്തിലൂടെ മോചനം സാധ്യമാകില്ലെന്നും കേന്ദ്രം കോടതിയിൽ കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ പോസിറ്റീവായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്, അക്കാര്യങ്ങൾ കേന്ദ്രം ചെയ്യണമെന്നായിരുന്നു കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചത്. ഇന്ന് അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചിരുന്നത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14-ന് സുപ്രീം കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച നടപടി ഏത് നിമിഷവും മരവിപ്പിച്ച് ശിക്ഷ നടപ്പാക്കുന്നതിലേക്ക് കടക്കാമെന്നൊരു സാധ്യതയും മുന്നിലുണ്ട്. അത്തരം അടിയന്തര സാഹചര്യമുണ്ടായാൽ കോടതി വഴി നേരിടാമെന്ന ആത്മവിശ്വാസമാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി കനത്ത ശ്രമങ്ങൾ നടക്കുമ്പോഴും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മെഹദിയടക്കം കുടുംബത്തിലെ ഒരു വിഭാഗം വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും സാധ്യമല്ലെന്ന നിലപാടിലാണ്. ഇവരുടെ നിലപാട് മയപ്പെട്ടാൽ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ അന്തേവാസിയായ യുവതിയെ അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ച സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ആദ്യം ആ കുടുംബത്തെ എല്ലാവരും പ്രശംസിച്ചെങ്കിലും പിന്നീട് പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭിണിയായതോടെ നടത്തിയ വിവാഹമെന്ന രീതിയിൽ അത് വിവാദമായി. അനാഥാലയ നടത്തിപ്പുകാരി, മകൻ എന്നിവർക്കെതിരെ പരാതിയും കേസുമായതോടെ അവർ കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി പ്രതികളുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റൊരു പെൺകുട്ടിയെ അടിച്ചെന്ന പരാതിയിൽ സ്ഥാപന നടത്തിപ്പുകാരിക്കെതിരെ പോലീസ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടിയെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകൻ ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞത്. അനാഥാലയം നടത്തിപ്പുകാരി, മകൻ, മകൾ, മകളുടെ ഭർത്താവ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഈ മാസം 30 വരെ അറസ്റ്റ് തടഞ്ഞത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു. തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ അടൂർ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. പെൺകുട്ടി ഗർഭിണിയായതോടെ മകനെ കൊണ്ട് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചെങ്കിലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭിണിയായ സാഹചര്യത്തിലാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് യുവാവിനെ പ്രതി ചേർത്തത്. മറ്റുള്ളവരെ ഈ കേസിൽ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല.
കേസ് കെട്ടിച്ചമച്ചതാണെന്നും മറ്റൊരു അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരാണ് ഇതിന് പിന്നിലെന്നുമാണ് ഹർജിക്കാരുടെ വാദം. അതേസമയം മുറ്റം വൃത്തിയാക്കാത്തതിന് മറ്റൊരു പെൺകുട്ടിയെ അടിച്ചെന്ന പരാതിയിൽ സ്ഥാപനം നടത്തിപ്പുകാരിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. പോലീസ് സ്ഥാപനത്തിലെ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോഴാണ് നടത്തിപ്പുകാരിക്കെതിരെ കുട്ടി മൊഴി നൽകിയത്. ന്യൂസ് 18 പത്തനംതിട്ട. മലയാള സിനിമാ മേഖലയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരായ വഞ്ചനാ കേസ്. കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണെന്നും വസ്തുതകൾ മറച്ചുവെച്ചെന്നുമുള്ള ന്യായീകരണവുമായി നിവിൻ പോളി ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. എന്നാൽ നടന്റെ വാദങ്ങൾ തള്ളി നിർമ്മാതാവ് PS ഷംനാസ് വീണ്ടും രംഗത്തെത്തി. കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന നിവിൻ്റെ വാദം തെറ്റാണ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് മുൻപ് കേസ് നൽകിയിരുന്നില്ലെന്നും ഷംനാസ് ന്യൂസ് 18നോട് പറഞ്ഞു. ജൂൺ 28 മുതൽ ഈ വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് നിവിൻ പോളി പറയുന്നത്. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് നിർമ്മാതാവ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് മുൻപ് കേസ് നൽകിയിരുന്നില്ലെന്ന് ഷംനാസ് ന്യൂസ് 18നോട് പറഞ്ഞു. നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രതികരണം തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ട യാതൊരു നിയമ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നിലവിൽ 2 സിവിൽ കേസ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ പോളി ജൂനിയറിന്റെ ഓഫീസിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിന്റെ വൈഫിന്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. തലയോലപ്പറമ്പ് പോലീസാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. മഹാവീരർ സിനിമയുടെ പരാജയത്തെ തുടർന്ന് നിവിൻ പോളി 95 ലക്ഷം രൂപ PS ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നതായാണ് പരാതി. തുടർന്ന് 2024 ഏപ്രിൽ മാസത്തിൽ സിനിമാ നിർമ്മാണത്തിനായി 1,90 ലക്ഷം രൂപ PS ഷംനാസ് കൈമാറുകയും ചെയ്തതായി പറയുന്നു. പിന്നീട് സിനിമയുടെ ടൈറ്റിൽ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്ത് നൽകിയതിനു ശേഷം എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്നും PS ഷംനാസിനെ മൂവി മേക്കേഴ്സ് ബാനറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധിച്ച ഇരു കൂട്ടരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഷംനാസിനെ മറച്ചുവെച്ചുകൊണ്ട് മുൻ കരാർ കാണിച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണ അവകാശം കൈമാറിയെന്നുമാണ് പരാതി. ദുബായ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയിൽ നിന്നും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിന് അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 5 കോടി രൂപയുടെ വിതരണാവകാശം ഉറപ്പിക്കുകയും 2 കോടി രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കോടതി നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്ര ADGP MR അജിത് കുമാറിന് കുരുക്കാകുമോ? പോലീസ് ഉന്നതനെ സംരക്ഷിക്കാൻ നീക്കങ്ങൾ നടത്തുമ്പോൾ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. CCTVയിൽ പെടാതെ അജിത് കുമാർ നടത്തിയ യാത്ര ദേവസ്വം ബോർഡ് സ്വാമി അയ്യപ്പൻ റോഡിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് കുടുങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധ യാത്ര ദേവസ്വം ബോർഡ് തന്നെ സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. പമ്പയിൽ ഔദ്യോഗിക വാഹനത്തിലെത്തി സ്വാമി അയ്യപ്പൻ റോഡിലൂടെ കുറച്ചു ദൂരം നടന്ന് CCTVയില്ലെന്ന് ഉറപ്പാക്കി അജിത് കുമാറും സംഘവും ട്രാക്ടർ യാത്ര ആരംഭിച്ചു. തിരുവല്ലയിൽ നിന്നെത്തിയ പോലീസ് ഡ്രൈവറും മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. 5 കിലോമീറ്ററോളം ദൂരമുള്ള സ്വാമി അയ്യപ്പൻ റോഡിൽ പക്ഷേ ആദ്യ വളവിന് സമീപത്തായി ദേവസ്വം ബോർഡ് സ്ഥാപിച്ച CCTVയിൽ അജിത് കുമാർ കുടുങ്ങി. മങ്കി ക്യാപ്പ് ധരിച്ചിരിക്കുന്ന അജിത് കുമാർ ദൃശ്യങ്ങളിൽ വ്യക്തം. അജിത് കുമാറിന്റെ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഒരു തീർത്ഥാടകൻ ചിത്രമടക്കം നൽകിയ പരാതിയാണ് കോടതി വരെ എത്തിച്ചിരിക്കുന്നത്. ADGPക്ക് പിഴവ് പറ്റിയെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു.
തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയത്തിൽ കടുത്ത നിലപാടുണ്ടാവാനാണ് സാധ്യത. തുടർച്ചയായി വിവാദത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന് ഇനി സർക്കാർ സംരക്ഷണമൊരുക്കുന്നതും വെല്ലുവിളിയാണ്. പൂരം കലക്കൽ വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ മൊഴിയാണ് മന്ത്രി കെ രാജൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. പിന്നാലെ ട്രാക്ടർ യാത്രാ വിവാദവും. അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളിയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മാരകായുധങ്ങളും പെപ്പർ സ്പ്രേയുമായി സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നത് ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റമാണ്. ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ച സംഭവം അതീവ ഗൗരവമായി കാണണം. ബസ് സ്റ്റോപ്പിൽ വെച്ച് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച 10 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ മറ്റൊരു വിദ്യാർത്ഥിക്ക് മകളുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഇവർ തമ്മിലുള്ള തർക്കത്തിനിടെ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതോടെയാണ് മറ്റു വിദ്യാർത്ഥികളും ഇതിൽപ്പെട്ടത്. ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് കയ്യാങ്കളിയിലേക്കും കുരുമുളക് സ്പ്രേ പ്രയോഗത്തിലേക്കും നയിച്ചത്. വിദ്യാർത്ഥിനിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യവെയാണ് വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത്. ബഹളം കേട്ട് ഓടിക്കൂടിയ മറ്റ് വിദ്യാർത്ഥികളുടെ ദേഹത്തും കുരുമുളക് സ്പ്രേ വീണു. ഇതോടെ പലർക്കും ദേഹാസ്വസ്ഥ്യമുണ്ടായി. സ്കൂളിന് പുറത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം. ബസ് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു അടിയുണ്ടായിട്ടുണ്ട്. അടിയുണ്ടായി കഴിഞ്ഞപ്പം കുരുമുളക് പെപ്പർ സ്പ്രേ അന്തരീക്ഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് കൊച്ചിയൊന്നിറങ്ങി. കൊച്ചു മാത്രമല്ല, കൊച്ചിന് കൂടെ വേറെ 10-15 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലായില്ല. അവരങ്ങോട്ട് ഒന്ന് കയറി. അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണിലേക്കും മൂക്കിലോട്ടും വയലോട്ടും ശ്വാസം മുട്ടലേക്ക് വിട്ടു. പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ബൈസൺ വാലി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം മുട്ടലായിട്ടാണ് അടിമാലിയിൽ വന്നത്. സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരു കൂട്ടരുടെയും മൊഴിയെടുത്ത ശേഷം സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ബീഹാറിലെ പട്നയിൽ കഴിഞ്ഞ ദിവസം സിനിമാ സ്റ്റൈലിൽ നടന്ന കൊലപാതകം രാജ്യത്തെ തന്നെ നടുക്കിയതാണ്. ആശുപത്രിക്കുള്ളിൽ കയറിയാണ് ചികിത്സയിലായിരുന്ന ക്രിമിനൽ കേസ് പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ക്രിമിനൽ സംഘങ്ങളുടെ കുടിപ്പകയാണ് ചന്ദൻ മിശ്ര എന്ന പരോൾ പ്രതി കൊല്ലപ്പെടാൻ കാരണം. 5 അംഗ കൊലയാളി സംഘത്തിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ തൗസീഫ് ബാദ്ഷായാണ് പിടിയിലായത്. മറ്റു ചിലരും കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. സംഘത്തിലെ മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നു. പട്നയിലെ പരാസ് ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം 5 അംഗ സംഘം അതിക്രമിച്ചു കയറി ചികിത്സയിലായിരുന്ന ക്രിമിനൽ കേസ് പ്രതിയെ വെടിവെച്ച് കൊന്നത്. നിരവധി കൊലപാതക കേസുകളിലെ പ്രതിയായ ചന്ദ്രൻ മിശ്രയാണ് കൊല്ലപ്പെട്ടത്. അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ നടന്നെത്തുന്ന 5 അംഗ സംഘം മിശ്രയുടെ മുറിക്ക് മുന്നിലെത്തി തോക്കുകൾ എടുക്കുന്നതും മുറിക്കുള്ളിലേക്ക് കയറുന്നതും കൊലയ്ക്കു ശേഷം ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ തൗസീഫ് ബാദ്ഷായാണ് കൊലയാളി സംഘത്തെ നയിച്ചിരുന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്നു ഇയാൾ. കിങ് ഓഫ് പട്ന എന്ന അടിക്കുറിപ്പോടെ നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന റീലുകൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. എതിരാളികളായ ചന്ദൻ ഷെരു സംഘമാണ് മിശ്രയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. കൊലയ്ക്ക് ശേഷം പ്രതികൾ ബൈക്കിൽ ആഘോഷത്തോടെ പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.
പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ചിലരും കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. ബക്സർ സ്വദേശിയായ കൊടും ക്രിമിനലാണ് കൊല്ലപ്പെട്ട ചന്ദൻ മിശ്ര. ഭഗൽപൂർ ജയിലിലായിരുന്ന ഇയാൾ പരോളിലിറങ്ങി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു. ന്യൂസ് 18 ബീഹാർ. കഞ്ചാവ് വിൽപ്പനയും മോഷണവുമൊക്കെ തൊഴിലാക്കിയ ആളാണ് വടകര വില്യാപ്പള്ളി സ്വദേശി മിഹാൽ മൊയ്തീൻകുട്ടി. പകലോ രാത്രിയോ എന്ന വ്യത്യാസമില്ല, തക്കം കിട്ടിയാൽ എവിടെയും കയറി മോഷ്ടിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കം നീലേശ്വരം ജുമാ മസ്ജിദിൽ പട്ടാപ്പകലാണ് നിഖാൽ കവർച്ച നടത്തിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംഭവത്തിന് ശേഷം നാടുവിട്ട പ്രതിയെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്ജിദിലെ മുസ്ലിയാരുടെ പണം മോഷ്ടിച്ച കേസിലാണ് നടപടി. കഴിഞ്ഞ മാസം മുക്കം നീലേശ്വരം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ കേസിലാണ് പ്രതി വടകര വില്യാപ്പള്ളി സ്വദേശി മിഹാൽ മൊയ്തീൻകുട്ടിയെ മുക്കം പോലീസ് പിടികൂടിയത്. മസ്ജിദിലെ ജീവനക്കാരനായ മുസ്ലിയാരുടെ 9,500 രൂപയാണ് പ്രതി മോഷ്ടിച്ചത്. പ്രതി മസ്ജിദിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യം അന്നു തന്നെ ലഭിച്ചിരുന്നു. ഇത് സഹിതം മസ്ജിദ് കമ്മിറ്റി നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കോഴിക്കോട് നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 18 രാവിലെ 8 മണിയോടെ റെയിൻകോട്ട് ധരിച്ചാണ് പ്രതി മസ്ജിദിൽ എത്തിയത്. കോട്ട് ഊരിയ ശേഷം പള്ളിക്കകത്ത് കയറിയ ഇയാൾ 1-ാം നിലയിലുള്ള മുസ്ലിയാരുടെ മുറിയിൽ കയറിയാണ് പണം മോഷ്ടിച്ചു കടന്നത്. മോഷണം നടത്തുന്നതിന്റെ തലേദിവസം മിഹാലിനെയും സുഹൃത്ത് മുക്കം അഗസ്ത്യാമൊഴി സ്വദേശി അനീഷിനെയും പോലീസ് കഞ്ചാവുമായി പിടികൂടിയിരുന്നു. കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മസ്ജിദിൽ മോഷണം നടത്തിയതിനു ശേഷം കൊടൈക്കനാലിലേക്ക് കടന്ന പ്രതിയെ മുക്കം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. 2 ദിവസം മുൻപ് കോഴിക്കോട് എത്തി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇയാൾ 14 മോഷണ കേസുകളിലെയും ലഹരിക്കേസിലെയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി ഡിവൈഎസ്പി സുഷീറിന്റെ നിർദ്ദേശപ്രകാരം മുക്കം CI ആനന്ദ്, SI ജയമോദ്, SCPO അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം. ന്യൂസ് 18 മുക്കം. നമ്മുടെ നാട്ടിൽ കുരുമുളകിനെ കറുത്ത പൊന്നെന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലേ? കാരണം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണിത്. മലയോര മേഖലകളിൽ കുരുമുളക് കൃഷിയെ ആശ്രയിക്കുന്ന ഒട്ടേറെ കർഷകരുണ്ട്. അവിടെ കള്ളന്മാർക്ക് സ്വർണം പോലെ തന്നെ ഈ കറുത്ത പൊന്നിനോടും വലിയ താല്പര്യമാണ്. ഇടുക്കിയിൽ വീട് കുത്തി തുറന്ന് കുരുമുളക് മോഷ്ടിച്ച കള്ളനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നെടുങ്കണ്ടം സ്വദേശിയായ പനച്ചിക്കൽ അജ്മലാണ് പിടിയിലായത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് 80 കിലോ കുരുമുളകാണ് ഇയാൾ മോഷ്ടിച്ചത്. മെയ് 27 രാത്രിയിലായിരുന്നു മോഷണം. അജ്മലിന്റെ മറ്റയൽവാസികൾ സ്ഥലത്തില്ലെന്ന് മനസ്സിലാക്കിയ ഇയാൾ വീടിന്റെ പിൻവശത്തെ കതക് തകർത്ത് അകത്തു കടക്കുകയായിരുന്നു. തുടർന്ന് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 80 കിലോ കുരുമുളക് അപഹരിച്ചു. ഇതിൽ 37 കിലോ തൂക്കുപാലത്തെ മലഞ്ചരക്ക് കടയിൽ വിറ്റു. തുടർന്ന് ആറന്മുളയിലെ ഭാര്യ വീട്ടിലേക്ക് പോയ അജ്മൽ അവിടെ തുടർന്നു. കഴിഞ്ഞ ദിവസം വീട്ടുടമസ്ഥർ തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കമ്പംമെട്ട് പോലീസിൽ ഇവർ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുകയും ആറന്മുളയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തേവലക്കര സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥ കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മിഥുന്റെ മരണം നമുക്കെല്ലാം വേദന സമ്മാനിച്ചെങ്കിൽ അവൻ്റെ കുടുംബത്തിനത് എത്രത്തോളം തീരാ കണ്ണീരായിരിക്കും.
8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? പ്രധാന അധ്യാപിക മാത്രമാണോ കുറ്റക്കാരി? സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന അധ്യാപിക വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം തേവരക്കര സ്കൂളിലെ സൈക്കിൾ ഷെഡിന് അനുമതിയില്ലെന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത്. സംഭവത്തിൽ പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജരാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സീനിയർ അധ്യാപികയായ ജി മോളിക്കായിരിക്കും ഇനി HM ചുമതല. സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന അധ്യാപിക വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സ്കൂളിന്റെ ചുമതലയുണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയിരുന്നു. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാന അധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. വൈദ്യുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ്. തറയിൽ നിന്ന് ഇലക്ട്രിക് ലൈനിലേക്കും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ വർഷത്തെ ഫിറ്റ്നസ് നൽകിയത് ക്ലാസ് ഓഫീസ് മുറികൾക്ക് മാത്രമാണെന്നും സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ലെന്നും രേഖകളിൽ വ്യക്തമാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സ്കൂൾ സന്ദർശിച്ചു. വർഷങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നത് വീഴ്ചയാണെന്നും വിഷയം ഗൗരവത്തോടെ കാണുന്നുവെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് BJP, RYF, KSU പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് 18 കൊല്ലം.